എല്ലാവർക്കും റേഡിയോ മാറ്റുലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആന്ധ്രയിലെ യുണൈറ്റഡ് ഓട്ടോമൊബൈൽസ് ഉടമയും മെക്കാനിക്കുമായിട്ടുള്ള ബിച്ചേട്ടനാണ്. ബിച്ചേട്ടന് 30 കൊല്ലത്തെ ടൂ വീലർ മെക്കാനിക്കായിട്ടുള്ള പരിചയം ബിച്ചേട്ടനുണ്ട്. ബിച്ചേട്ടൻ നമ്മുടെ കൂടെ ഉള്ളത് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്ന E20 പെട്രോളുമായി സംബന്ധിച്ച ചില സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതിനും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കുന്നതിനു വേണ്ടി കൂടിയാണ്. അതിനായിട്ട് ബിച്ചേട്ടൻ എത്ര സ്നേഹത്തോടു കൂടെ റേഡിയോ മാറ്റുലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. ബിച്ചേട്ടൻ, നമ്മുടെ നിരവധിയായിട്ടുള്ള ആൾക്കാരുടെ സംശയമാണ്, അതായത് E20 പെട്രോൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. പല ഉടമകളും ആശങ്കയിലാണ്, കാരണം അവിടെ വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ വാഹന ഉടമകളുടെ ഇടയിലെല്ലാം ഒരു വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രധാനമായും ഭാരത് സ്റ്റേജ് 6 ഫേസ് 2 വരെയുള്ള വാഹനങ്ങൾ ഒന്നും തന്നെ E20 ഇന്ധനം ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല, അല്ലെങ്കിൽ കോമ്പറ്റബിൾ അല്ല. അപ്പോൾ അതുവരെയുള്ള, അതായത് BS6 ഫേസ് 2 വരെയുള്ള വാഹനങ്ങൾ, അതായത് അതിനകത്ത് BS3 വിടും, BS4 വിടും. അപ്പോൾ അതിനകത്ത് E10ഉം E5ഉം ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഇത്ര വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട്? തീർച്ചയായും സാധ്യതയുണ്ട്. കാരണം BS4ന് മുമ്പുള്ള വാഹനങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 100% പെട്രോൾ ഉപയോഗിച്ച് വാഹനം നിരത്തിൽ ഓടുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ E20 ഇതിലെ 30% അധികമായിട്ട് എത്തനോൾ ചേരുമ്പോൾ ഇത് എഞ്ചിനെ ഓവർ റണ്ണിങ്ങിൽ ചൂടാവാൻ സാധ്യത കൂടുതലുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങളുടെ എഞ്ചിൻ പാർട്സുകൾക്ക് തേയ്മാനങ്ങൾ, പിസ്റ്റണ്, വാൽവ്, റിങ്സ് അങ്ങനെയുള്ള പാർട്സുകൾക്കൊക്കെ കൂടുതലായിട്ടുള്ള തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുണ്ട്. E20 കോമ്പറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ വാഹനങ്ങൾ, അതായത് BS6 ഫേസ് 2 മുമ്പ് വരെയുള്ള വാഹനങ്ങൾക്ക് എന്തൊക്കെ കംപ്ലൈൻറ്റുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ചേട്ടായി ബൈക്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തൊക്കെ കംപ്ലൈൻറ്റുകൾ ബൈക്കിന് വന്നിട്ടുണ്ട് നിലവിൽ? ഈ BS4 വാഹനങ്ങളും അതിന് മുമ്പുള്ള വാഹനങ്ങൾക്കുമാണ് ഈ E20 പെട്രോൾ ഇറങ്ങിയതിന് ശേഷം കൂടുതലായിട്ട് കംപ്ലൈൻറ്റുകൾ വരുന്നത്. കാരണം E20 എന്ന് പറയുന്നത് എത്തനോളാണ്. എത്തനോളിൽ ശരിക്കും ഒരു സോളോണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ പെട്രോള് നമ്മുടെ വാഹനത്തിന് ഉള്ളിൽ കാർബറേറ്റർ പാർട്സുകൾക്കും, അതായത് കാർബറേറ്റർ ഡയഫ്രം, അതുപോലെ തന്നെ ഓറിങ്ങുകൾ ഒക്കെ ഹാർഡാവുകയും ഒപ്പം തന്നെ അതിങ്ങനെ അലിഞ്ഞു ചേരുന്ന ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഈ എത്തനോൾ ഈ ഫ്യൂവൽ ചേമ്പറുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ സമയം വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒക്കെ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വെളുത്ത പൊടി വരികയും അത് കാർബറേറ്റർ പാർട്സിലേക്കൊക്കെ ഡാമേജ് ആക്കുന്ന പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ വെളുത്ത പൊടി നമ്മുടെ ജെറ്റുകൾക്ക്, കാർബറേറ്ററിൻ്റെ അകത്ത് വരുന്ന ചെറിയ പാർട്സുകളൊക്കെ ഡാമേജ് വരികയും വളരെ മിസ്സിങ്ങും വാഹനമൊക്കെ രാവിലെ സ്റ്റാർട്ടാവാത്ത ബുദ്ധിമുട്ടുകളുണ്ട്. പാർട്സുകൾ വേഗം തേഞ്ഞു പോകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ട്. എഥനോളിൻ്റെ ഈ സാന്നിധ്യം പഴയ വണ്ടികളിലെ ഈ കാർബറേറ്ററിനെയും പിന്നെ റബ്ബർ ഫ്യൂവൽ ട്യൂബുകളൊക്കെ എങ്ങനെയാണ് ബാധിക്കുക? അത് പൊടിഞ്ഞു പോവുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? ഈ എഥനോള് ഈ റബ്ബർ പാർട്സുകളുമായിട്ട് കൂടിച്ചേരുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ അതിങ്ങനെ ബൾജായിട്ട് വീർത്ത് വരുന്നു. അതുപോലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പാർട്സുകൾക്കൊക്കെ ദ്രവിച്ച് പൊടിഞ്ഞു പോകുന്ന രീതിയാണ് നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ഉള്ള ഭാഗമാണ് അധികമായിട്ട് കാണുന്നത്. ഇത് വാഹനത്തെ മിസ്സിങ്ങും അതുപോലെ തന്നെ പിക്കപ്പിനെയും മൈലേജിനൊക്കെ ബാധിക്കുന്നതായിട്ട് കാണുന്നു. വീണ്ടും കൂടാതെ മറ്റൊരു സംശയം ഇതാണ്, അതായത് എഥനോളാണ്. എഥനോളിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് വാട്ടർ ടാങ്കിനെയും അല്ലെങ്കിൽ അനുബന്ധിച്ചുള്ള മറ്റ് ഉപകരണങ്ങളെയും തുരുമ്പ് പിടിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? എഥനോള് കൂടുതലായിട്ട് അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ വലിച്ചെടുത്ത് അത് വെള്ളമാക്കി മാറ്റുന്നുണ്ട്. ഒരു വാഹനം പെട്രോൾ അടിച്ചിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കാതിരുന്നാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പെട്രോളിൽ നിന്നും വെള്ളം വേർപെട്ട് വെള്ളം അടിയിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാം. ഇത് ഈ മെറ്റൽ ടാങ്കുകളാണ് അധികം വാഹനത്തിൽ വരുന്നത്. ഈ ടാങ്കുകൾക്ക് തുരുമ്പ് ഉണ്ടാവുകയും ഈ തുരുമ്പ് കാർബറേറ്ററിലേക്കും ഫിൽറ്ററിലേക്കും ഒക്കെ കടന്നു ചെന്നിട്ട് അതിനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം കംപ്ലൈൻറ്റുകൾ നിലവിൽ ചേട്ടൻ കടയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിക്ക് ചെയ്യുന്ന മേഖലയിലായിരിക്കുമ്പോൾ വന്നിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം എല്ലാ ദിവസവും തന്നെ വരുന്നുണ്ട്. ആളുകൾക്ക് മെക്കാനിക്കിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുകയാണ് ഈ E20 എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു വാഹനം റിപ്പയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ 2-3 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും അതേ ജോലികൾ തന്നെ ചെയ്യേണ്ടതായി വരുന്നു. ഇത് കസ്റ്റമറുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മെക്കാനിക്ക് ചെയ്തത് ചിലപ്പോൾ ശരിയായിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും കസ്റ്റമർ വരുന്നത്. പക്ഷേ കസ്റ്റമർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. കാരണം അവർക്ക് അവരുടെ സമയവും ഞങ്ങളുടെ സമയവും വാഹനത്തിൻ്റെ കേടുപാട് തീർക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ട് വരുന്നു. അധ്വാനത്തിൻ്റെ പകുതി മുക്കാലും
ഈ വാഹനം നന്നാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ വാഹനങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളില്ല. കാരണം അത് BS6 വാഹനങ്ങൾക്ക് ഈ E20 പെട്രോളിനെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ വാഹനം ഇറങ്ങിയിട്ടുള്ളത്. അതായത് E20 പെട്രോള് കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഈ ഇഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് പെട്രോൾ ചേർത്ത് കഴിയുമ്പോൾ പല പ്രാണികളും ഇതിനോട് ആഗിരണം ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തമാശ രൂപത്തിലാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് ശരിയാണോ? ശരിയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ അനുഭവം. കാരണം വെച്ചാൽ റബ്ബർ ട്യൂബുകൾ ചെറിയ സുഷിരങ്ങൾ വരികയും പെട്രോൾ ലീക്ക് ആവുകയും ചെയ്യുന്നു. കൂടുതലായിട്ട് കാറുകളിലൊക്കെ ഈ കാണുന്നുണ്ട്. അത് ഈ ജീവികൾ കഴിക്കുന്നതുകൊണ്ടാണോ? ജീവികൾ തിന്നുന്നതെന്നാണ്. കാരണം വളരെ ചെറിയ ഓൾസുകളാണ് കാണുന്നത്. എങ്ങനെയാണ് ഓൾസ് വരുന്നതെന്ന് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ജീവികളായിരിക്കും. ഇതിനു മുമ്പും അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ എത്തനോൾ ചേർന്ന പെട്രോൾ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ബൈക്കിനെ സംബന്ധിച്ച് റബ്ബർ ട്യൂബുകളുടെ പാർട്സുകൾ കുറവാണ്. കാറ് വലിയ വാഹനങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ളത്. ബൈക്കിനും ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്, അതുപോലെ തന്നെ മറ്റു കാറുകൾക്കും ഉണ്ടാകും. ഈ റബ്ബർ ട്യൂബുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പോൾ ഇന്ന് പ്രതിവിധിയായിട്ട് റബ്ബർ ട്യൂബ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഉപകരണം ഇതിന് പകരമായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒന്നും നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ BS6 വാഹനങ്ങൾക്ക് ഇതിനെല്ലാം മെറ്റൽ ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ആയതുകൊണ്ട് മെറ്റൽ ട്യൂബുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം BS6ന് മുമ്പ് ഇറങ്ങിയ BS4, BS3 വണ്ടികൾക്കൊക്കെ ഇത് റബ്ബർ പാർട്സുകളായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മൈലേജ് കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ എല്ലാവരും പറയാറുള്ളത്, നമ്മൾ എപ്പോഴും 100 രൂപയ്ക്ക് അടിക്കുന്നതുകൊണ്ട് എത്ര അടിച്ചു എന്നോ എത്ര പോയെന്നോ ആർക്കും വലിയ പിടിപാടൊന്നുമില്ല. ഇത് ശരിയാണോ? മൈലേജ് കുറയുന്നുണ്ടോ ഈ ഇന്ധനം ഉപയോഗിക്കുന്നത് കൊണ്ട്? തീർച്ചയായിട്ടും അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം ആളുകൾ മൈലേജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 100 രൂപ എന്ന നിലയിലാണ്. മെക്കാനിക്കായ ഞങ്ങളോടൊക്കെ ചോദിക്കാറുണ്ട്, പണ്ട് കിട്ടുന്ന അത്രയും മൈലേജ് ഇപ്പോൾ വാഹനത്തിൽ കിട്ടുന്നില്ല എന്ന്. പക്ഷേ നമ്മൾ അടിക്കുന്ന തുകയുടെ തുക കൂട്ടാറില്ല. എങ്കിലും മൈലേജ് കുറയുന്നുണ്ട്. കാരണം അത് എത്രയോളം ചേർന്ന്, അതായത് പെട്രോളിൻ്റെ ശതമാനത്തിൽ ഒരു 20% കുറവാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബേണിങ്, അതായത് കത്തുന്നതിൻ്റെ ഉള്ള ഇതും ഫയറിങ്ങും ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. വാഹനത്തിൻ്റെ കംപ്രഷനൊക്കെ കുറയുന്നുണ്ട്, മൈലേജും കുറയുന്നുണ്ട്. ഒപ്പം തന്നെ വാഹനത്തിൻ്റെ പിക്കപ്പും കാര്യമായ രീതിയിൽ കുറവ് വരുന്നുണ്ട്. ഓക്കെ, ഒരു മെക്കാനിക് എന്ന രീതിയിൽ നിലവിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ E20 പെട്രോൾ നമ്മൾ ബൈക്കുകൾ അല്ലെങ്കിൽ കാറുകൾ ഉപയോഗിക്കുമ്പോൾ ലോങ് റണ്ണിൽ എത്രത്തോളം നമുക്ക് ഈ ഒരു ഫ്യൂവല്, ഈ ഇന്ധനം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? ദൂരയാത്രകളിൽ വിശ്വസിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ വാഹനത്തിൻ്റെ പെർഫോമൻസിലാണ് വ്യത്യാസം വരുന്നത് കാര്യമായിട്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. വാഹനത്തിൻ്റെ പെർഫോമൻസിൽ മൈലേജിനെയും ഒപ്പം തന്നെ പിക്കപ്പിനെയും ഒക്കെ ബാധിക്കും. കൂടുതലായിട്ട് ദൂരയാത്രകൾ ചെയ്യുന്ന വാഹനങ്ങൾക്ക് എൻജിൻ പണികൾ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഇതിൻ്റെ ബേണിങ്ങിൻ്റെ ടൈമിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്, കംപ്രഷനൊക്കെ ഔട്ട് ആവുന്നതുകൊണ്ട് പിസ്റ്റണ്, റിങ്സുകൾ, വാൽവ് ഗേഡുകളൊക്കെ ഡാമേജ് ആയി പോകുന്നത് സാധാരണയായി കാണുന്നുണ്ട്. ഇന്ത്യയിലല്ലാതെ മറ്റ് പല രാജ്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അവർ പറയാറുണ്ട്, അതായത് അവിടെ പ്രീമിയം പെട്രോൾ ഉണ്ട്, പലതരം പെട്രോൾ അവർക്ക് ലഭ്യമാകും. അപ്പോൾ അതിനകത്ത് E10 ഉണ്ടാവും, E20 ഉണ്ടാവും, E85 ഉണ്ടാവും. പിന്നെ അവിടെയൊക്കെ ഫ്ലെക്സിബിൾ വാഹനങ്ങൾ നിലവിലുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പെട്രോൾ ബങ്കുകളിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക, അതായത് E10, E20, E85 എന്നീ ഇന്ധനങ്ങൾ ലഭ്യമാക്കേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നമ്മുടെ വാഹനം BS6 വാഹനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ E20 പെട്രോൾ സൂട്ടബിൾ ആകുന്നത്. BS4ന് മുമ്പുള്ള വാഹനങ്ങൾക്കൊക്കെ E5, E10 പെട്രോളൊക്കെ ലഭ്യമാണെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് വാഹനത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഇന്ധനം ലഭ്യമാകുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ എന്ത് പരിഹരിക്കാൻ സാധിക്കും. കൂടുതലായിട്ട് നമുക്ക് വാഹനത്തെ മെയിൻ്റെനൻസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഈ മെയിൻ്റെനൻസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. നിലവിൽ ഫ്ലെക്സിബിൾ കോമ്പറ്റുകളായിട്ടുള്ള വാഹനം ഇറക്കിയത് മാരുതിയാണ്, വാഗനർ ഇറക്കിയിട്ടെന്ന് പറഞ്ഞു കേട്ടു. അത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ അറിയില്ല, പക്ഷേ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഹീറോ സ്പ്ലെൻഡർ പ്ലസ് അത് ഫ്ലെക്സിബിളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആൾക്കാർ ഇത് ആ വാഹനങ്ങളായിരിക്കും മേടിക്കുക, അല്ലെങ്കിൽ ഇനി മറ്റ് പെട്രോൾ വാഹനങ്ങൾ മേടിക്കാനുള്ള സാധ്യത കുറയുമോ? ഇനി ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു മെക്കാനിക് എന്ന രീതിയിൽ ബിച്ചേട്ടൻ നോക്കിക്കാണുന്നത്? ഈ E20 പെട്രോളും BS6 വാഹനങ്ങളും നിലവിലുള്ളതാണ്. E20 ഇപ്പം മാർക്കറ്റിൽ നമ്മൾ വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള വാഹനമാണ് BS6 ആയിട്ട് വാഹനങ്ങൾ. പക്ഷേ ഇതും ഈ ഇലക്ട്രിക് വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സിറ്റി സർവീസുകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ലാഭമാണ്. ദീർഘദൂര യാത്രകളിൽ നമ്മൾ സാധാരണ പെട്രോൾ വാഹനങ്ങളായിരിക്കും ആശ്രയിക്കുന്നത്. കാരണം മെയിൻ്റെനൻസ്, ചാർജിങ് സംവിധാനം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ
അതുപോലെ തന്നെ റീസീവ് വാല്യൂ, ദൂരം കൂടുതൽ ഓടുന്നതനുസരിച്ച് ഈ EV വാഹനങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ബാറ്ററികളൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കുറച്ച് കൂടെ റേറ്റ് കൂടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാധാരണ പെട്രോൾ വാഹനങ്ങളായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പക്ഷേ നമ്മുടെ ചെറിയ സിറ്റി സർവീസുകളിൽ ഉപയോഗിക്കുന്നവർക്ക്, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും ഏറ്റവും ലാഭകരം. ചാർജിങ് റേറ്റൊക്കെ വളരെ കുറവായതുകൊണ്ട് ലാഭകരം ഇലക്ട്രിക് വാഹനങ്ങളായിരിക്കും. ഫ്ലെക്സ്യൂവൽ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലവിൽ ആൾക്കാർ ഇനി അങ്ങോട്ട് തിരിയാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ബിജു ചേട്ടൻ മെക്കാനിക്കായിട്ട് 30 വർഷമായിട്ട് സേവനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിജു ചേട്ടൻ നമ്മുടെ റേഡിയോയിലേക്ക് വിളിച്ചതും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും. E20 ഇന്ധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാഹനങ്ങൾക്ക് സംഭവിക്കാവുന്ന ചില അപകടങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്നും അതിനെന്തൊക്കെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നും നിലവിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചില സംശയങ്ങൾക്ക് ബിജുചേട്ടൻ മറുപടി നൽകുകയായിരുന്നു ഇത്ര നേരം. ബിജുചേട്ടന് റേഡിയോ മാറ്റിൽ കുടുംബത്തിൻ്റെ നന്ദി, സ്നേഹവും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്.